കള്ളാടിയിലെ മണ്ണിടിച്ചിൽ ഒരു മുന്നറിയിപ്പാണോ? ഈ ചോദ്യമാണിപ്പോൾ വയനാട്ടിലും കേരളത്തിലും ഉയരുന്നത്. തുരങ്കപാതയുടെ അപകടങ്ങൾ, തുരങ്കപാത വന്നാൽ അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമോ? ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നമുക്കെന്താണെങ്കിലും വയനാട്ടുകാർക്ക് എന്താണ് തുരങ്കപാതയെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കാം. തുരങ്കപാതയെക്കുറിച്ച് നിങ്ങൾക്ക് മണ്ണിടിച്ചിൽ ദുരന്തമൊക്കെ ഉണ്ടായല്ലോ. തുരങ്കപാത വയനാട്ടിന് നല്ലതായിരുന്നു. പക്ഷേ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൊണ്ടാണ് വയനാട് ജില്ലയിൽ അങ്ങനത്തെ മണ്ണായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ റോഡ് ഇപ്പോൾ തന്നെ ചുരത്തിൽ 8-ാം വളവിൽ ക്രാച്ച് വന്ന് അതിൽ വണ്ടി പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ നല്ലൊരു പദ്ധതിയായിരുന്നു. പക്ഷേ പരിസ്ഥിതി നോക്കാതെ ചെയ്തുകൊണ്ട് പറ്റുന്ന ആശങ്കയുണ്ട്. ആ പദ്ധതി കുറച്ചുകൂടി ശാസ്ത്രീയമായി നോക്കിയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ വേറെ റോഡുകൾ ബദൽ റോഡുണ്ടാക്കി വേണമോ അതോ ഇപ്പോഴത്തെ ഈ മണ്ണിടിച്ചിൽ ദുരന്തം എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ശാസ്ത്രീയമായ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ പിന്നെ ഇന്ന് തന്നെ ചുരത്തിലൊരു അപകടം ഉണ്ടായി. അപ്പോൾ അതിങ്ങനെ തുടർന്ന് പോവുകയുള്ളൂ. തീർച്ചയായും വേണം ശാസ്ത്രീയമായ രീതിയിൽ തുടർന്ന് പോകണമെന്നാണ് ആഗ്രഹം. തന്നെ ഇപ്പോൾ ഒരു ഇന്നോവ ഒരു കാർ ആക്സിഡൻ്റ് അവിടെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു തീർച്ചയായും ശാസ്ത്രീയമായി മനസ്സിലാക്കി ഒരു തുരങ്കപാത നിർമ്മിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തുരങ്കപാത വേണോ അതോ ഈ മണ്ണിടിച്ചിലിൻ്റെ പശ്ചാത്തലം എന്താ തോന്നുന്നത്? തുരങ്കപാത വേണം. പക്ഷേ ഈ മഴയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും അവിടെ പണി എടുക്കാൻ പാടില്ല. അത് നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു എന്നാണ് പൗല് പറയണേ. പക്ഷേ പൗല് പിന്നെയും അതിന് തുടർച്ച ചെയ്തുകൊണ്ട് കൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് മാറിയത്. ഈ തുരങ്കപാത പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതാണെന്ന് കരുതുന്നുണ്ടോ? അതിനെക്കുറിച്ച് ശാസ്ത്രപരമായി പഠിച്ചിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഉണ്ടായത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തുരങ്കപാത വേണ്ടേ? തുരങ്കപാതയൊക്കെ വരട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ വേണം? ഇപ്പോൾ മണ്ണിടിച്ചിൽ ദുരന്തം കണ്ടില്ല, അവിടെ ചോരമൊക്കെ പൊട്ടി പറഞ്ഞ ന്യൂസ് വന്നല്ലോ. 8-ാം വളവിലൊക്കെ വിള്ളലാന്ന്. അപ്പൊ തുരങ്കപാത വന്ന ഗതാഗതമൊക്കെ മെച്ചപ്പെടൂലേ? അത് തന്നെ. വേണ്ടാന്ന് കാരണം എത്ര പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് നോക്കി ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. ഇപ്പോൾ തുരങ്കപാത വയനാട്ടിലേക്ക് വേണോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? നമ്മളിപ്പോൾ ചുരത്തിലുള്ളൊരു ബദൽ മാർഗ്ഗമാണല്ലോ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാവരെയും മനസ്സിലതാണ് ഈ ചുരത്തിലൊരു ബ്ലോക്ക് കാരണം അതിനനുബന്ധമായിട്ട് വേറൊരു റോഡ് വേണമെന്നല്ലേ. അപ്പോൾ തുരങ്കപാത അല്ലാതെ വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതല്ലാതെ ഇപ്പോൾ തുരങ്കപാത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉരുളുപൊട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ. പക്ഷെ പണി പൂർത്തിയായാലും അങ്ങനത്തെ ഒന്നും വരില്ല എന്നാണ് നമ്മൾ. പണി പൂർത്തിയായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒന്നും വരില്ല. പക്ഷെ അത് വേണം. മതിൽപ്പാത നിർബന്ധമാണ്. അത് ശാസ്ത്രീയമായിട്ട് ഒന്നുകൂടെ പഠിക്കാനുണ്ട്. നമ്മൾ എടുപിടി എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയത്തെ മന്യേ അത് രാഷ്ട്രീയം കലർത്താതെ വേണം എന്നുള്ള അഭിപ്രായമാണ് നോക്കുന്നത്. ഓക്കെ, തുരങ്കപാത വേണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വയനാട്ടിലേക്ക് തുരങ്കപാത വേണം, ആവശ്യമുണ്ട്. മണ്ണിടിച്ചിലിന്റെ ഒക്കെ ഒരു ആശങ്കയുണ്ടോ? പരിസ്ഥിതിക്ക് അത് അതിനനുസരിച്ചുള്ള ഇതൊക്കെ ചെയ്താൽ നന്നാവും. അന്വേഷിച്ച് പഠിച്ച് ചെയ്താൽ. എന്താണ് വയനാട്ടിലേക്ക് തുരങ്കപാത വേണം? എന്താണ് നിങ്ങളുടെ അറിയാം? തുരങ്കപാത വേണ്ട, ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിച്ചാൽ മതി. ഇവിടെ എന്താ ലോല പ്രദേശമല്ലേ, ഒരു റിപ്പോർട്ടും ഇതിന് അനുകൂലമായിട്ടും ഇതില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു തുരങ്കപാത? ബദൽ റോഡാണ് ഞങ്ങൾക്ക് ആവശ്യം. ഒരു റോഡാണ് ഞങ്ങൾക്ക് ആവശ്യം. ബദൽ റോഡ് വേണം. ഞങ്ങൾ ആകെ പ്രശ്നം ഗതാഗത കുരുക്കാണല്ലോ. അപ്പോൾ അതിനൊരു റോഡാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. ഈ തുരങ്കപാത 2600 കോടിയൊക്കെ മുടക്കുന്നതിന് പകരം ചെറിയ പൈസക്ക് ഒരു ബദൽ റോഡ് ഇവിടെ എത്രയും പെട്ടെന്ന് റെഡിയാക്കി കിട്ടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വേണം, എന്നാലല്ലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. മറ്റുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടാവില്ലേ. നമ്മൾ ചുരം ഏത് സമയത്തും ഉണ്ടാക്കുന്നതാണ്. ഉള്ളിൽ പോകുന്ന സമയത്തല്ലോ. ഇതുണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എത്താനും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാനും കഴിയുള്ളൂ. വേണമെന്നാണ് നമ്മളെ അഭിപ്രായം. തുരങ്കപാത വേണോ? വേണ്ട. എന്താണ് വയനാട്ടിലോ? തുരങ്കപാത വേണോ? വേണ്ട. എന്താ വേണ്ടത്? വേറെ റോഡാണോ വേണ്ടത് നിങ്ങൾക്ക്? അഭിപ്രായം എന്താണ്? ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായില്ലേ, പശ്ചാത്തലത്തിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളെ അഭിപ്രായം ഇവിടെ അങ്ങനെ വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. മണ്ണിടിച്ചിലൊന്നും ഉണ്ടാവരുത് അല്ലേ? അപ്പൊ തുരങ്കപാത പ്രശ്നമാണോ? വായിക്കാറുണ്ടോ അതിനെ പറ്റിയിട്ടൊക്കെ? അങ്ങനെ വേണം പറയാൻ. ചേട്ടൻ്റെ അഭിപ്രായം? വേണമെന്ന് വെച്ചാൽ വേണം. മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ ആശങ്ക പ്രശ്നത്തിൻ്റെ ഉള്ളൂ. ബദൽ റോഡ് എന്തായാലും ആവശ്യമാണല്ലോ. ബദൽ റോഡ് ആവശ്യമാണ്. തുരങ്കപാത വേണോ വേണ്ടെന്ന് പറയുന്നില്ല അല്ലേ?
അതൊക്കെ വേണം, തീർച്ചയായിട്ടും വേണം. അതിനുള്ള മാർഗങ്ങൾ അതിൻ്റെ വേണ്ട പോലെ ചെയ്യാന്നല്ലാണ്ട് ഇപ്പോൾ വരുത്തിയത് തുരങ്കപാതയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇതാണ്, ഓരോ അശ്രദ്ധയും കൊണ്ടാണ്. അല്ലാതെ തുരങ്കപാതയ്ക്ക് ഇതിനേക്കാളും വലിയ മലയൊക്കെ തുറന്നിട്ടല്ലേ നല്ല നല്ല പ്രൊജക്റ്റുകൾ ഉണ്ടാവുന്നത്. അല്ലാണ്ട് തുരങ്കപാത വേണം തന്നെയാണ്. അശ്രദ്ധയും കൊണ്ട് പറ്റിയതിന് ഈ പ്രൊജക്റ്റ് ഉദ്ദേശിക്കുന്ന കാര്യമല്ല. വ്യാപാര സമൂഹത്തിലൊക്കെ പറയാലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തുരങ്കപാതയും വേണം, അതിനനുസരിച്ച് ചുരം അതിൻ്റെ ഇടയിൽ കണ്ടീഷനായി കൊണ്ടുവരും. ഈ തൊട്ട് നോക്കുന്നത് ചുരം നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നാൽ കുറേയൊക്കെ ബ്ലോക്കുകൾ ഒഴിവാക്കും. മണ്ണിടിച്ചിലല്ല, അത് അനാസ്ഥ കൊണ്ട് പറ്റിയതാണ്. മണ്ണ് കൂട്ടിയിട്ടതിൽ ഉപേക്ഷിക്കാൻ വേണം, അത് തുറന്നു പോകണം. വയനാട്ടിന് വേണോ? വയനാട്ടിലേക്ക് പുതിയ തുരങ്കപാത ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് വേണം. എന്താ ചേട്ടൻ്റെ അഭിപ്രായം? വേറൊരു പാത വേണം, അത് വേണമെന്ന് നിർബന്ധമില്ല. അതെ, ബദൽ പാത വേണമെന്ന്. ചേട്ടാ, വയനാട്ടിലേക്ക് തുരങ്കപാത വേണോ? എന്താ ചേട്ടൻ്റെ അഭിപ്രായം? വയനാട്ടിൽ തുരങ്കപാത വേണ്ട. നമ്മളെ അഭിപ്രായത്തിൽ ഇപ്പോൾ മറ്റേ ഇതില്ലേ എന്താ പടിഞ്ഞാത്തറക്കൂടെ വരുന്ന റോഡ്, അതൊന്നും ഇതായി തന്നാൽ വലിയൊരു ഉപകാരം. കാരണം തുരങ്കപാത വിശ്വസിച്ചിട്ട് ഇനി എങ്ങനെ ജനങ്ങൾക്ക് പോകാൻ കഴിയും? ഇപ്പോൾ ഉള്ള ചുരത്തിൽ 8ാം വളവിൽ ഏകദേശം 8ാം വളവ് വിള്ളൽ കാണുന്നുണ്ട്. ഇപ്പോൾ അതും ഇതും ഇല്ലാണ്ടായി നിൽക്കുകയാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് എന്തായാലും നമുക്ക് എന്തായാലും ആ പടിഞ്ഞാറത്തുള്ള റോഡ് പാലത്തിൽ വന്ന വലിയൊരു ഉപകാരം. മല തുറന്നുള്ളത് വലിയ വിഷയം, ഇനി തീരെ വിശ്വസിക്കാൻ പറ്റില്ല. ആരും വിശ്വസിച്ചിട്ട് അതിൽ പോവില്ല. കാരണം വെച്ചാൽ സമാധാനത്തോടെ പോകാനല്ലേ നമ്മൾ അതുണ്ടാവും. ഇല്ല, അഭിപ്രായമില്ല. തുരങ്കപാത വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു അഭിപ്രായം, രണ്ടഭിപ്രായമാണ്. ഒന്നും ഇത് തുരങ്കപാത വരുന്നത് നല്ലതാണ്. ഇതിപ്പോൾ അവിടെ സംഭവിച്ചത്, ഇത് മേപ്പാടി സംഭവിച്ച് അതൊരു ഭയങ്കര ദുരിതമായി മാറി. അപ്പോൾ തൽക്കാലം ദുരിതം ആ പാത വേണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു ബദൽപാത ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മേപ്പാടി ഇപ്പോൾ 1-2 പ്രാവശ്യം നല്ലത് പൊട്ടണേ, വർഷങ്ങളായിട്ടിത് പൊട്ടി, ഓരോ വർഷങ്ങളായിട്ടിത് പൊട്ടിക്കൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഇനിയിപ്പോൾ ഈ തുരങ്കപാതയൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി മാറും. തുരങ്കപാത നല്ല, അത് ഒരു ബദൽ സംവിധാനം ചുരം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സംഭവമാണ്. അപകടം സ്വാഭാവികമാണ്. വേണം. തുരങ്കപാത വേണോ? നല്ലതാണേ വേണം, നല്ല രീതിയിൽ കൊണ്ടുനടക്കുകയാണെങ്കിൽ അത് വേണം. അല്ല നമ്മളിപ്പോൾ തന്നെ എല്ലാ സഹോദരന്മാരല്ലേ, അത് അതൊക്കെ ആദ്യം ചെയ്യേണ്ടതല്ലേ. ആ കരാറുകാരൻ്റെ ഒരു പാടുണ്ട്. നമ്മളെ പുറത്തുനിന്ന് അറിഞ്ഞ കേട്ടോ, രാഷ്ട്രീയം മറ്റൊന്നുമല്ല. അതുകൊണ്ട് പദ്ധതി ഉപയോഗിക്കാൻ പാടില്ല, ഒന്നും കൂടി വൃത്തിയാക്കിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അത് നല്ല നിർബന്ധമായിട്ട് വേണം തുരങ്കപാത. അത്ര ബ്ലോക്കല്ലേ ചുരം. അപ്പോൾ അത് ബദലായിട്ട് ഈ സംവിധാനം ആവശ്യമാണ്. ചെറിയ ചെറിയ വൃഷ്ടികളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ട് തീർത്തിട്ട് ചെയ്യണം. വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. എന്താ പറയുക, ഇവിടുത്തെ മണ്ണ് അങ്ങനത്തെ താഴത്തെ നത്ത മണ്ണുമല്ല, അവിടെ പാറയും കുഴിയൊക്കെയാണ്. എന്തായാലും എടുത്താൽ വെള്ളത്തിനുള്ളിൽ വെള്ളം ഇതുണ്ടാവും, ഭീഷണി ഉണ്ടാവും, പ്രശ്നമാവും. നമുക്ക് വേണ്ടെന്ന് താല്പര്യം, നമുക്ക് വേണ്ട. എന്താ വെച്ചാൽ കാര്യമില്ല. കാരണം നമ്മൾ ആ റോഡ് വരികയാണെങ്കിൽ നല്ലതാണ്. മറ്റേ പൂയത്തോട് റോഡില്ല, അതാണെങ്കിൽ ആ റോഡ് വരികയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഈ റോഡ് താല്പര്യമല്ല, അത്രേ ഉള്ളൂ. എന്തിനാ ബുദ്ധിമുട്ടാണത്. കുറേ അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുക, ഇന്നും തലമുറയ്ക്ക് അപകടങ്ങൾ വന്നുകൊണ്ടേ വെക്കുള്ളൂ. കാരണം നമ്മൾ വയനാട് പറഞ്ഞാൽ അത്രയും മണ്ണിന് ഇതില്ല. അതാണ് മനസ്സിലായി നമ്മൾ പറയാം, നമ്മളെ അഭിപ്രായം. തുരങ്കപാത നല്ല തന്നെയാണ്, പക്ഷെ ഇങ്ങനെ ദുരന്തം വരുമ്പം അതൊരു സങ്കടം. വരുന്നതിൽ സന്തോഷം തന്നെ, കാരണം വെച്ചാൽ നമുക്ക് എല്ലാം കൊണ്ടും സൗകര്യം തന്നെയല്ലേ. പക്ഷെ ഇങ്ങനെ മറ്റുള്ളവരെ ജീവൻ എടുത്തിട്ട് അങ്ങനെ ഒരു ഇത് വേണ്ട. അതെ, തീർച്ചയായിട്ടും. കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വരുന്നതിൽ സന്തോഷം. തുരങ്കപാത നല്ല തന്നെയാണ്. അതിൻ്റെ ചുറ്റളവിലുള്ള കുറേ ആൾക്കാർക്ക് വീടൊക്കെ എടുത്തു കൊടുത്ത് മാറ്റി പാർപ്പിച്ചതിന് ശേഷം അത് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. നല്ലതാണ്. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. എളുപ്പത്തിൽ കോഴിക്കോട് മുഖേനയുള്ള സ്ഥലത്തെത്തിപ്പെടാൻ പറ്റും. പിന്നെ നമുക്ക് അത് ഇവിടെ ആദ്യമായിട്ടുള്ളല്ലോ തുരങ്കപാത. ഇന്ത്യയിൽ എത്ര തുരങ്കപാതയുണ്ട്, ട്രെയിൻ വരെ പോകുന്ന തുരങ്കപാതയുണ്ട്. പക്ഷേ അത് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തുരങ്കപാത അത്യാവശ്യമാണ്. തുരങ്കപാത വേണം തന്നെ എൻ്റെ അഭിപ്രായം. വയനാട്ടിൽ നല്ലതാണ്. അവിടുത്തെ നാട്ടുകാർക്കും ഒരു വികസനം വരികയാണത്.
അവിടെയുള്ള നാട്ടുകാർക്ക് ജീവിക്കാനും എല്ലാത്തിനും ഒക്കെ നല്ലത് തന്നെ തുരങ്കപാത. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? എൻ്റെ തന്നെ തുരങ്കപാത വേണം. വേണം. ഈ മണ്ണിടിച്ചിലൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതല്ല, എന്നാലും ഈ പറഞ്ഞ മാതിരി തന്നെ ഇത് മറ്റേ 2-3 മണിക്കൂർ അവിടെ ബ്ലോക്കിൽ തന്നെ കുടുങ്ങിയത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ നല്ല ഇത് ഏറ്റവും നല്ലൊരു പരിപാടിയാണ്. എപ്പോഴും മെഡിക്കൽ കോളേജ് ഇല്ല ഇവിടെ. പെട്ടെന്നൊരു മെഡിക്കൽ കോളേജ് എന്തൊരു ആവശ്യത്തിന് വേണമെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. വയനാട്ടിലേക്ക് തുരങ്കപാത വേണം. എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ കുറേ പേര് ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് എത്തുമ്പോൾ ആംബുലൻസിൽ പോകുമ്പോൾ കുറേ പേര് മരിച്ചു, അങ്ങനെ കുറേ പേര് മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും തുരങ്കപാത എന്തായാലും ആവശ്യമാണ്. തുരങ്കപാത വേണോ? തുരങ്കപാത വരാൻ പോകുന്നുണ്ടല്ലോ, അത് വേണമെന്ന് അഭിപ്രായം ഉണ്ടോ? വേണ്ട. എന്തുകൊണ്ടാണ്? ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ? വേണ്ടെന്നാണ് അഭിപ്രായം. എന്തുകൊണ്ടാ? ഇപ്പൊ ഈ മണ്ണിടിച്ചിൽ ഇതൊക്കെ കണ്ടില്ലേ, അപ്പൊ നമുക്കത് പേടിയാണ്. വേണ്ടാന്നാണ് അഭിപ്രായം. തുരങ്കപാത വേണം, ബദൽ പാത വേണം. നമുക്ക് താമരശ്ശേരി ചുരത്തിന് ബദൽ പാത വേണം. നമുക്ക് വയനാട്ടിൽ കയറി വരാം, അല്ലാതെ യാത്രാ ദുരിതമല്ലെങ്കിൽ ആ തുരങ്കപാത തന്നെ വേണം നിർബന്ധമില്ല. ഒരുപാട് ബദൽ പാതകൾ പ്രപ്പോസ് ചെയ്തതുണ്ട്, അത് ഏതെങ്കിലും ഒന്ന് നടപ്പിലാക്കുക. പ്രശ്നങ്ങൾ തന്നെയാണ്, കാരണം ഏത് നിമിഷവും ഒറ്റപ്പെട്ടു പോകാം. പ്രകൃതി ഈ മഴ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഏത് നിമിഷവും നമ്മൾ വയനാട് ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ തുരങ്കപാത എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തുമായാലും ഈ താമരശ്ശേരി ചുരത്തിന് ഒരു ബദൽ പാത നമുക്ക് ജനങ്ങൾക്ക് പെട്ടെന്ന് പോയി വരാനുള്ള ഒരു സംവിധാനം പറയില്ല. അത് നല്ലൊരു കാര്യമാണ്, ആവശ്യം നമുക്ക് നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ട്. എന്താ മണ്ണിട്ട് എന്താ സ്ഥിതി നോക്കി ഭയങ്കര ചേട്ടന്മാർ നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ടു. ചിലപ്പോൾ അതാ നിർബന്ധമല്ലേ, വരുന്ന കേസ് സമയത്തിലും എപ്പോഴും നമുക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് എപ്പോഴും ആവശ്യം. അതാണ് കറക്റ്റ്. ഓക്കെ. വയനാട്ടിൽ തുരങ്കപാത വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ തുരങ്കപാത തന്നെ വേണമെന്നുള്ളൊരു നിർബന്ധമില്ല കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് താഴേക്ക് പോകാനായിട്ട് വയനാട് ചുരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു വയനാട്ടുകാരിയല്ല, എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വന്നേക്കുന്നതാണ്. പക്ഷെ ഇവിടെ വേറെ ഏതോ 2 വഴി ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം, ഇവിടെയുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 2 വഴികൾ തുറന്നു കൊടുക്കുകയെ അല്ലെങ്കിൽ ഇത് തുരങ്കപാതയുടെ ഇതിലേക്ക് നിൽക്കേ വേണം. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ഇപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു വയനാട് മെഡിക്കൽ കോളേജ് ഇല്ലാത്തത് കൊണ്ട് രോഗികൾക്ക് എന്തെങ്കിലും പറ്റുന്ന സാഹചര്യത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. ഇപ്പം തന്നെ വയനാട്ടിലെ റിപ്പോർട്ടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് മരണങ്ങൾ നമ്മൾ കോഴിക്കോട് പോകുന്ന വഴിയിൽ നടക്കുന്നുണ്ട്. അതിന് ബദലായിട്ട് നമ്മളിപ്പോൾ വയനാട്ടുകാർക്ക് ഇപ്പോൾ നമുക്ക് തുരങ്കപാതയിൽ തന്നെ യാത്ര ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ കോഴിക്കോടേക്ക് പോകാനായിട്ട് 2 വഴികളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തുറന്നു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഈ എന്താ പറയുക അല്ല താമരശ്ശേരി ചുരത്തിലെ ഇതിലുകൾക്കൊരു പരിഹാരം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഒഴിവാക്കാം വേണ്ടത്. വയനാടിന് തുരങ്കപാത എന്ന് പറഞ്ഞാൽ അതാ തുരങ്കപാത ഇല്ലാത്ത റൂട്ടും ഇല്ലേ. ഇപ്പോൾ ഇവിടെ പടിഞ്ഞാത്ര വഴി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതും നല്ലതല്ല. പ്രശ്നമാണോ വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. വികസനം വരുന്നത് നല്ലത് തന്നെയാണ്, എല്ലാം കൊണ്ടും നല്ലതല്ലേ. പരിസ്ഥിതിയും കൂടി നോക്കണം എന്ന് മാത്രം. വികസനത്തിന് ആരും എതിരൊന്നുമല്ല. കാരണം നമുക്ക് ഈ താമരശ്ശേരി ചുരത്തിന് ആകെ ഇതിനെ ആശ്രയിച്ചിട്ട് ഒരു വഴിക്ക് പോകാൻ നമുക്ക് പറ്റില്ല. അപ്പം നല്ലതാണ്, പക്ഷേ ഇതും കൂടിയാണ് പരിസ്ഥിതിയും കൂടി നോക്കണം. തുരങ്കപാത ഈ കണ്ടീഷനിലാണെങ്കിൽ വേണ്ടാതൊക്കെ നല്ലേ. ജനങ്ങൾക്ക് വെറുതെ ബുദ്ധിമുട്ടാക്കിയിട്ട് തുരങ്കപാത ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. പേടിയാണ് അല്ലേ? ആ ഇപ്പോൾ തുടങ്ങിയിട്ടല്ലോ, അപ്പോൾ തന്നെ അപകടം പറ്റില്ല. തുരങ്കപാത വേണം. തുരങ്കപാത വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചുരത്തിൻ്റെ ഒരു ബ്ലോക്കൊക്കെ ഒഴിവാകുന്നതാണ്. പിന്നെ മഴക്കാലത്ത് പണി നിർത്തി വെച്ചിട്ട് വേനൽക്കാലത്ത് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അതിൻ്റെ ഇത് വരുന്നത് അങ്ങനെയാണല്ലോ. എന്താ വെച്ചാൽ മഴക്കാലത്ത് മണ്ണിടിച്ചിലൂടെ പൊതുവെ ഉള്ളതാണ്, റിപ്പോർട്ടിൽ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് നിർത്തി വെച്ചിട്ട് വേനൽക്കാലത്ത് നല്ല സൗകര്യം പോലെ ചെയ്യാം. തുരങ്കപാത എന്തായാലും വേണം. തുരങ്കപാത വേണം, അതാണ് അഭിപ്രായം. കാരണം വെച്ചാൽ ജനങ്ങളിങ്ങനെ ആ താമരശ്ശേരി ചുരത്തിൽ എപ്പോഴും കുടുങ്ങും, 10 മണിക്കൂർ 7 മണിക്കൂറൊക്കെ കൊടുക്കും. അപ്പോൾ ആ കുടുങ്ങുന്നതിനൊരു സൗകര്യം പിണറായി വിജയൻ നല്ലൊരു കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു.
അതിപ്പം ഇന്നത്തെ സർക്കാർ വേണ്ടാന്ന് പറയുന്നു. മനസ്സിലായി? ഈ മണ്ണിടിച്ചിൽ പേടിയുണ്ടോ, ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് സാധാരണ ഉണ്ടാകുന്ന പതിവാണ്. തുരങ്കപ്പാത ഇപ്പോൾ മംഗലാപുരമൊക്കെ തുരങ്കപ്പാതയല്ലേ, കൊങ്കണക്ക് 20-30 കിലോമീറ്റർ തുരങ്കപ്പാത. ഇതൊരു സാമ്പിൾ മാത്രം. മനസ്സിലായില്ലേ? മുന്നോട്ട് പോകണം. നമ്മളെ അഭിപ്രായം മുന്നോട്ട് പോകണമെന്നാണ് നമ്മളെ ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കോഴിക്കോട് പോകണമെങ്കിലോ എന്തെങ്കിലും എമർജൻസിക്ക് നമ്മൾ പോവുകയാണെങ്കിലോ ചുരത്തിലെ ബ്ലോക്ക് അത് ഭയങ്കര ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ വന്നാലും കുറച്ചും കൂടി സേഫ്റ്റിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് നമ്മൾ ആഗ്രഹം. താമരശ്ശേരി ചുരത്തെ മാത്രം ആശ്രയിക്കാനാകില്ല. ഒരു ബദൽ മാർഗ്ഗം വേണമെന്ന കാര്യത്തിൽ വയനാട്ടുകാർക്ക് രണ്ട് അഭിപ്രായമില്ല. പക്ഷേ ഇത് തുരങ്കപാത വേണോ അതല്ലാതെ മറ്റൊരു വഴി വേണോ എന്നുള്ളതൊക്കെ കുറേ കൂടി ശാസ്ത്രീയമായിട്ട് പഠിക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളുടെ പേരിൽ ആ തുരങ്കപാത ഒഴിവാക്കരുതെന്ന് ആവശ്യപ്പെടുന്നവരും വയനാട്ടിലാണ്. പക്ഷേ വയനാട്ടുകാർ എല്ലാവരും ഒരേപോലെ അഭിപ്രായപ്പെട്ട ഒരേ ഒരു കാര്യം അവർക്കൊരു ബദൽ മാർഗം വേണം എന്നുള്ളതാണ്. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.